പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ വിശദീകരിച്ച കാര്യം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ സർക്കാർ ഇതര മേഖലയിൽ കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡാണ് എന്നാണ്. അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്ത് സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് കത്തോലിക്ക സഭയാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വഖഫ് ബോർഡിന് ഉടമസ്ഥാവകാശമുള്ള സ്വത്തുക്കളില്ല എന്നതാണ്. ആരാണ് വഖഫിൻ്റെ ഉടമ എന്ന് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വരുന്നത് എന്ന്. വഖഫ് ബോർഡിന് സ്വന്തമായി സ്വത്തുക്കളില്ല. മറ്റൊരു കാര്യം വിശദീകരിക്കപ്പെട്ടത്, ഏത് ഭൂമിയും സ്വത്തും ചൂണ്ടിക്കാണിച്ച് അത് വഖഫാണ് എന്ന് തീർച്ചപ്പെടുത്താനും വഖഫ് ബോർഡിന് അത് കയ്യേറാനും കഴിയും, തിരിച്ചെടുക്കാനും കഴിയുമെന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം അനുസരിച്ചും ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ബോർഡിന് സ്വതന്ത്രമായി കൈവശപ്പെടുത്താൻ കഴിയില്ല. ആധാരം മൂലമോ കൈമാറ്റം മൂലമോ വഖഫാണ് എന്ന് സംശയിക്കുന്ന ഭൂമി അത് അന്യാധീനപ്പെട്ടു, ആരെങ്കിലും കയ്യേറ്റം ചെയ്തു എന്ന് സംശയമുയരുകയാണെങ്കിൽ വഖഫ് ബോർഡ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് സർവേ കമ്മീഷണർക്കാണ്. സർവേ കമ്മീഷണർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സിവിൽ കോടതിയുടെ അധികാരാവകാശങ്ങളുള്ള ഒരു പദവിയാണ്. ആ സർവേ കമ്മീഷണറാണ് ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് തീർച്ചപ്പെടുത്തി രേഖകൾ പരിശോധിച്ച് ആളുകളോട് സംസാരിച്ച് ആ വഖഫ് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ച് തീർപ്പിലെത്തി വഖഫ് ബോർഡിലേക്ക് ശുപാർശ ചെയ്യുന്നത്. ആ വഖഫ് ബോർഡിലേക്ക് ശുപാർശ ചെയ്താലും ആ ശുപാർശ നേരെ സർക്കാരിലേക്ക് നൽകുകയും സർക്കാരാണ് അതിൽ അന്തിമ തീരുമാനമെടുത്ത് വഖഫ് ബോർഡിലേക്ക് ഭൂമി ചേർക്കുകയും ചെയ്യുന്നത്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മതനിയമപ്രകാരം രൂപപ്പെട്ടു വന്ന രാജ്യത്തെ ഒരു വഖഫ് ബോർഡ് അങ്ങനെയല്ല. മതനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ട് 1954 ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് വഖഫ് ബോർഡും വഖഫ് കൗൺസിലും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ വഖഫ് ബോർഡിലെ അംഗങ്ങളെ നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയോ അങ്ങനെ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി വഖഫ് ബോർഡിലേക്ക് ഭൂമി ചേർക്കുകയോ ചെയ്താൽ ആ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വഖഫ്